നമസ്കാരം. നെതന്യാഹുവിന്റെ നിർണായക തീരുമാനം കേട്ട് ഞെട്ടിത്തെറിച്ച് ലോകം. അതായത് ഇനി നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിന് പോലും ഭീഷണിയാകാൻ ഇടയുള്ള, ചിലപ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ചില സുപ്രധാന കരുനീക്കങ്ങളാണ്. എന്നാൽ അതേസമയം തന്നെ ഇവയെല്ലാം ഇസ്രയേൽ എന്ന പ്രബല ശക്തിയുടെ ബുദ്ധി സാമർത്ഥ്യത്തെയും അതുപോലെ അവരുടെ കരുത്തിനെയും അടിവരയിട്ട് കാണിക്കുകയും ചെയ്യുന്നു. ഇതുവരെ ഇസ്രയേലിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് നോക്കി നിന്നവരോട് അടുത്തത് ഒരേ സമയം ഇറാനെയും ഫലസ്തീനെയും ലബനനെയും സിറിയയെയും തകർത്ത് തരിപ്പണമാക്കാനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനമെടുത്തിരിക്കുന്നത്. ശത്രുരാജ്യങ്ങളെ എല്ലാം കിടുകിട വിറപ്പിച്ചുകൊണ്ട് നെതന്യാഹു ഭരണകൂടത്തിന്റെ നിർണായക നീക്കം ഇങ്ങനെയാണ്. ഇനി എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എല്ലാം പ്രവചനാതീതം. ഈ നിർണായക ഘട്ടത്തിൽ ആണവായുധം ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിനുള്ള ഒരുക്കം ഇസ്രയേൽ ആരംഭിച്ചതോടെ ഇനിയുള്ള മണിക്കൂറുകൾ ഇസ്രയേലിന്റെ മിസൈലുകൾ പശ്ചിമേഷ്യയെ മുഴുവൻ വിറപ്പിക്കും. ഹമാസ് ആക്രമണത്തിന്റെ 1-ാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇറാൻ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുന്ന കാര്യം ആലോചിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ചു. ഏത് രീതിയിൽ, എവിടെയൊക്കെ, എപ്പോൾ ആക്രമണം നടത്തണമെന്നതിന് യോഗം തീരുമാനമെടുത്തു കഴിഞ്ഞു. അമേരിക്കയുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ആലോചനകൾക്ക് ശേഷമാണ് നെതന്യാഹു തന്ത്രപ്രധാനമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ 45,000 പേരെ ഇസ്രയേൽ വകവരുത്തിയെന്നും 6 ലക്ഷം പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് ഇസ്രയേൽ സൈന്യം വിലയിരുത്തുന്നത്. ഈ ഒരു വർഷം കൊണ്ട് ഹമാസ് ഉൾപ്പെടെയുള്ള പല തീവ്രവാദി നേതാക്കളുടെയും തലയറുത്തു എന്ന അഭിമാനവും ഇസ്രയേലിനുണ്ട്. അതേസമയം ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ശത്രുരാജ്യങ്ങളെ വകവരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 191 മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിനു നേരെ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ചത്. എന്നാൽ ഇതിൽ ഭൂരിഭാഗം മിസൈലുകളും തറ തൊടുന്നതിന് മുൻപ് തന്നെ തകർക്കാനായതായി ഇസ്രയേൽ വ്യക്തമാക്കുന്നുമുണ്ട്. വളരെ അപ്രതീക്ഷിതമായിരുന്നു ഇറാൻ ആക്രമണമെന്നും വളരെ ഗുരുതരമായ തെറ്റാണ് ഇറാൻ ചെയ്തിരിക്കുന്നതെന്നും അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹുവും പറഞ്ഞു. അമേരിക്കയുമായി കൂടിയാലോചിച്ച് വൈകാതെ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ പദ്ധതിയിട്ടിരിക്കുന്നത്. ഒരാഴ്ചയായി ലെബനന് നേരെ ഇസ്രയേൽ ആക്രമണവും ഹിസ്ബുള്ളയുടെ തിരിച്ചടിയും തുടരുകയാണ്. ഇസ്രയേലിനെ ഞെട്ടിച്ച ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ. അമേരിക്കയുമായി കൂടിയാലോചിച്ച ശേഷം ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളിലടക്കം ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനാണ് നീക്കം. ലെബനനിൽ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാത്രം 50 പേരാണ്. കരമാർഗം തെക്കൻ ലെബനനിലേക്ക് കടന്ന സൈനികർക്ക് നേരെ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും ശക്തമായിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ പരസ്യമായ സഹായം ലഭിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ലെബനനിൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഒരു സേന ക്യാപ്റ്റൻ കൂടി കൊല്ലപ്പെട്ടുവെന്നും ഇതിനും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം 8 സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെയാണ് ക്യാപ്റ്റൻ ബെൻ സിയോൺ ഫലാച്ച് കൊല്ലപ്പെട്ടത്. ഗോലാൻ കുന്നിലും ഗലീലിയിലും താമസിക്കുന്നവരോട് ബങ്കറുകൾക്ക് സമീപം തുടരാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ ഇസ്രയേലിലുടനീളം മിസൈൽ സാനോണുകൾ മുഴങ്ങുകയാണ്. ലെബനനിൽ മാത്രം ഇതുവരെ 2000 പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 10,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബനനിൽ ഇസ്രയേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാൻ അപ്രതീക്ഷിതമായി മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ അനന്തരഫലം ഇറാൻ ഉടൻ തന്നെ നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ കൈയെത്താത്ത ഒരിടവുമില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഭരണകൂടത്തിന് താക്കീതും നൽകി. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡർ എന്നിവരെ വെള്ളിയാഴ്ച ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടുപിറ്റേന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഇറാൻ ഭരണകൂടം പശ്ചിമേഷ്യയെ കൂടുതൽ ഇരുട്ടിലേക്കും കൂടുതൽ യുദ്ധത്തിലേക്കും തള്ളിവിടുകയാണെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു. ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ അപ്പോഴും ഖമേനിയുടെ ഈ അസാധാരണ പ്രസംഗം ഇസ്രയേലിനെ ഒന്നുകൂടി പ്രകോപിപ്പിക്കാനാണ് സാധ്യതയുമുള്ളത്. അതിനാൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിയും ഉണ്ടാകും. ഇസ്രയേലിനെ സംബന്ധിച്ച് എല്ലാം നിസ്സാരവുമാണ്.